ഷോപ്പിംഗ് ഇനി ആനന്ദകരവും ആദായകരവും. കേട്ടുകേഴ്വിയല്ല, യഥാർത്ഥ സത്യം. ഷോപ്പിംഗ് ഇനി ആനന്ദകരവും ആദായകരവും. കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, കുളപ്പുള്ളി, പട്ടാമ്പി, ഷൊർണൂർ. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ച് പട്ടാമ്പി നഗരസഭയിലെ കൈത്തളി ഡിവിഷൻ ഒരുക്കിയ പ്രവചന മത്സര വിജയികളെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു. പട്ടാമ്പി നഗരസഭയിലെ 21ാം ഡിവിഷനായ കൈത്തളിയിലാണ് ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ച് കൗൺസിലർ ജിതേഷ് മോഴിക്കുന്നതിന്റെ നേതൃത്വത്തിൽ പ്രവചന മത്സരം ഒരുക്കിയത്. ആദ്യ റൗണ്ട് മത്സരങ്ങൾ കഴിയുന്നതു മുതൽ പ്രവചനം ആരംഭിച്ചിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും മറ്റുമാണ് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത്. 5 ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന പ്രവചന മത്സരമാണ് ഒരുക്കിയിരുന്നത്. മത്സര വിജയികളെയാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തത്. പട്ടാമ്പി നഗരസഭ വൈസ് ചെയർപേഴ്സൺ അസ്ന അനീഫ നറുക്കെടുപ്പ് നിർവഹിച്ചു. നറുക്കെടുപ്പിൽ അർജുൻ, ഷാജൻ എന്നിവർ വിജയികളായി. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ പിന്നീട് നൽകുമെന്ന് നഗരസഭാ കൗൺസിലർ ജിതേഷ് മോഴിക്കുന്നം അറിയിച്ചു. ചാമ്പ്യന്മാരാകുന്ന ടീമിന്റെ പേര് സ്പെയിനിന് ഒരാൾ മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കി അർജന്റീനയും ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ബ്രസീൽ, അങ്ങനെ പോർച്ചുഗൽ അടക്കമുള്ള ഒരുപാട് ആളുകൾ പേര് പറഞ്ഞെങ്കിലും സ്പെയിനിൻ്റെ പേര് ഒരാളെ പറഞ്ഞുള്ളൂ. അപ്പോൾ ആ ഒരു വിഭാഗത്തിൽ മത്സരങ്ങളില്ല, അല്ലെങ്കിൽ നറുക്കെടുപ്പ് വേണ്ടി വന്നില്ല. അതേ ആൾ തന്നെയാണ് ഗോൾഡൻ ഗ്ലൗ സ്പെയിനിൻ്റെ ഗോളിക്ക് കിട്ടിയതും ഒരാൾ തന്നെ പറഞ്ഞുള്ളൂ. അതും ഈ ചാമ്പ്യന്മാരാകും എന്ന് പറഞ്ഞ ടീമിനെ പ്രവചിച്ച ആൾ തന്നെയാണ് പറഞ്ഞത്. ചാമ്പ്യൻ ആയ സ്പെയിനിൻ്റെ പേര് പറഞ്ഞത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ജീവനക്കാരനും കൂടിയായ അർജുൻ എന്ന വ്യക്തിയാണ്. ആ ആൾ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോൾഡൻ ഗ്ലൗവും. അപ്പോൾ 2 പ്രവചനങ്ങളും ഒരേ വ്യക്തിയാണ് നടത്തിയിരിക്കുന്നത്, അർജുൻ എന്നുള്ള ആള്. നറുക്കെടുപ്പ് ചടങ്ങിൽ നഗരസഭ കൗൺസിലർ ജിതേഷ് മോഴിക്കുന്നം, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ കിഴായൂർ, ബഷീർ, അനീഫ, ഷബീബ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു.